ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഷംബാസും കൂടെ അല്ലേ വരുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടാലി പ്രൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മിക്സ് ഓഫ് സ്റ്റുഡൻസ് ആയി, അതായത് കുറച്ച് പേരുടെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആവാറായി. അതായത് ഇപ്പോൾ റാസിക്കിന്റെ ഒക്കെ ഫ്രണ്ടിലിരിക്കുന്ന റാസിക്കിന്റെ ഒക്കെ ഏകദേശം ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാലി മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ ബാക്കി ബുക്സ് ഹിസ്റ്ററി അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോ വന്നിട്ടുള്ള പേര് ഞാൻ പറഞ്ഞു, ജിതിൻ. ഓക്കെ, ജിതിൻ ആണെങ്കിൽ ജസ്റ്റ് ഫ്രഷറാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ടാലി. ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി. ഓക്കെ, അപ്പൊ ടാലി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ടാക്സും നമ്മൾ ടാലിയിൽ മാക്സിമം ഈ സോഫ്റ്റ്വെയർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കും. എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാനായിട്ട് നോക്കാം. സോ ഇതില് ഓക്കെ, എന്തുകൊണ്ട് ഇന്ത്യൻ കമ്പനീസ് ടാലി യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് റിപ്പോർട്ടുകൾ എടുക്കാനും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. ബാക്കി സോഫ്റ്റ്വെയറിലുള്ള പോലെ തന്നെ എല്ലാ ബെനിഫിറ്റ്സും ടാലിക്കും ഉണ്ട്. ഓക്കെ, ഇനി ടാലിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഫ്രീ ആയിട്ട് ടാലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ടാലിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി പ്രൈം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാലി സൊല്യൂഷൻസിന്റെ വെബ്സൈറ്റിലേക്ക് പോവാം. അതിൽ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി പ്രൈമിന്റെ പുതിയ വേർഷൻ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലും ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സിസ്റ്റത്തിൽ പഴയ വേർഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഇപ്പൊ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിവിടെ ഡൗൺലോഡ് ആയി വരും, കംപ്ലീറ്റ് ആയി. ഇന്നത്തെ അഡ്വാൻസ് ബാക്കി ഉണ്ടാവില്ലേ? അഡ്വാൻസ് നാളെ നേരത്തെ വരെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവും. ബാക്കി ഇപ്പോ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ സെറ്റപ്പ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. കാരണം അധികം ഫയൽ സൈസ് ഒന്നുമില്ല ടാലിക്ക്. ഈ ഫയൽ ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ടാലി ഉണ്ട്. അപ്പോ സിസ്റ്റം സാധാരണ പുതിയൊരു സിസ്റ്റത്തിലാണെങ്കിൽ ഇൻസ്റ്റോൾ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ടാലി ഉള്ളത് കൊണ്ട് ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ജസ്റ്റ് ഈ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റോൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത റീസൺ ടാലി പറയുന്നത് ഓൾറെഡി ടാലി ഇവിടെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അതൊന്ന് ക്വിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റീട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെക്സ് ഒക്കെ കഴിഞ്ഞ് തനിയെ ഇൻസ്റ്റാൾ ആയിക്കോളും. വേറെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. അത്ര സിമ്പിൾ ആണ് ടാലിയുടെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ ആണ് ടാലി സോഫ്റ്റ്വെയർ. പക്ഷെ കുറച്ച് അക്കൗണ്ടിങ്ങും പിന്നെ വേറെ കുറച്ച് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടാലി ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ചിലപ്പോൾ ആദ്യം തന്നെ ടാലി പോകും. ഫസ്റ്റ് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലോട്ടായിരിക്കും പോകുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കായാലും ടാലി പഠിക്കാം. ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. ഇനി ടാലിയുടെ പഴയ വേർഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് മുമ്പ് ഉണ്ടായിരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രിയുടെ ഒക്കെ ഭാഗമായിട്ട് ടാലി ERP9 എന്ന് പറഞ്ഞ വേർഷനിൽ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പ്രാക്ടിക്കലൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പുതിയ വേർഷനാണ് ടാലി പ്രൈം. നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടേക്കും. കാരണം ഇപ്പോൾ പുതിയ വേർഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ വേർഷൻ ചിലപ്പോൾ വല്ല 3 ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെയുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും ടാലി ഇനീഷ്യലി ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. അതായത് ഇപ്പോൾ ടാലി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഈ ഒരു ലോഡിംഗ് സ്ക്രീൻ വന്നു. ഈ ലോഡിംഗ് സ്ക്രീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ലൈസൻസ് ആക്ടിവേഷൻ വിൻഡോ ആയിരിക്കും വരുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫുൾ വേർഷൻ അല്ല, അതിന്റെ എഡ്യൂക്കേഷൻ വേർഷൻ ആണ്. അപ്പോ ഫുൾ വേർഷനും എഡ്യൂക്കേഷൻ വേർഷനും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല.
പക്ഷെ ഒരു കമ്പനിയിലെ ഫുൾ വർക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ വേർഷൻ വെച്ച് ചെയ്യാനും പറ്റില്ല. കുറച്ച് ലിമിറ്റേഷൻ ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടാവും, മാനുവൽ അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാമായിരുന്നു. ഏത് ഡേറ്റിൽ, അതായത് ഇപ്പൊ ഇന്ന് നമുക്കൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ടാലിയിലുള്ള ഒരു ലിമിറ്റേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്നത് ടാലി എഡ്യൂക്കേഷൻ വേർഷൻ ആണ്. ഓക്കെ, ഇനി ടാലി എഡ്യൂക്കേഷൻ വേർഷനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ടാലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലേക്കും കൂടിയുള്ള ഒരു ആക്സസ് രജിസ്ട്രേഷൻ എക്സാമിന്റെ സമയത്ത് കിട്ടും. ഈ ഒരു ടാലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാം നടക്കുന്നത്. നിങ്ങൾക്കൊരു യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടാവും, അത് എക്സാമിന്റെ സമയത്തായിട്ട് കിട്ടും. നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഇതിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ വേർഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ വേർഷന്റെ കുറച്ച് ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം ഡേറ്റ് ആണ്. പോസിബിൾ ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് 31st ഓഫ് എവറി മന്ത്. എല്ലാ മാസങ്ങളിലെയും 1-ാം തീയതി, 2-ാം തീയതി, 31-ാം തീയതി ഈ ഡേറ്റുകൾ മാത്രമേ ടാലിയിൽ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മള് ക്വിക്ക് ബുക്സിലും പീസ്ട്രിയിലും SAP-യിലൊക്കെ ചെയ്യുന്ന പോലെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് ടാലിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഇവിടെയുള്ള എക്സസൈസും അതേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡേറ്റ് ഉള്ള എക്സസൈസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ടാലിയുടെ എക്സസൈസ് ബാക്കി സോഫ്റ്റ്വെയർ ഉള്ള പോലെ തന്നെ ടാലി നമ്മൾ കുറെ ഡീറ്റെയിൽ ആയിട്ട് പല സിറ്റുവേഷൻസ് ചെയ്തു. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ഓരോ ഡേറ്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 May 2024 എന്ന് പറഞ്ഞ ഒരു ഡേറ്റിലാണ് ഒരു ട്രാൻസാക്ഷൻ. അപ്പൊ നിങ്ങൾ ആ ഡേറ്റിലിട്ട് തന്നെയാണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. ഡേറ്റ് മാറ്റി, അതായത് ഡേറ്റ് മാറിപ്പോകരുത്. ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ ഡേറ്റ് തന്നെ ഇടാം. പിന്നെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വീണ്ടും 1 May തന്നെ. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ 2nd May ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ വീണ്ടും 2nd May. ഓക്കെ, അതോടെ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് തീർന്നു. അപ്പൊ അതേപോലെ ഡേറ്റ് ഇടക്ക് മാറുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഡേറ്റുകൾ 1-ാം തീയതി, 2-ാം തീയതി, 31-ാം തീയതി ആ ഒരു റേഞ്ചിലുള്ള ഡേറ്റുകളുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും നമ്മൾക്ക് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷൻ ആണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ഫുൾ വേർഷനിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ട്രയൽ വേർഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ. ഡേറ്റ്, എല്ലാ ഡേറ്റിലുള്ള കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രിന്റ് ചെയ്യാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രിവ്യൂ എടുക്കാൻ നമുക്ക് പറ്റും. അതായത് പ്രിന്റ് ചെയ്തിട്ട് എടുക്കാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇനി ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആക്ടിവേറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ടാലിയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ 54,000 മുതൽ താഴത്തേക്കാണ് പാക്കേജ് ഉള്ളത് നിലവിൽ. ഇപ്പൊ ടാലി പ്രൈസിംഗ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസിംഗ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫുൾ പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈസൻസ് കോഡ് ഉണ്ടാവും. ആ ലൈസൻസ് കോഡ് വെച്ചിട്ട് നമുക്ക് ഫുൾ പാക്കേജ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടെ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ മോഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ സിസ്റ്റം ആയാലും ഞാൻ അറ്റ് എ ടൈം പല പല കമ്പനീസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഒക്കെ ഇതിന്റെ അകത്ത് കാണാനായിട്ട് പറ്റും. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം.
ടാലിയുടെ കേസിൽ പ്രത്യേകിച്ചും. അപ്പൊ നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി ചേർത്തിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്റെ ലാപ്ടോപ്പ് വേറെ ആരും യൂസ് ചെയ്യില്ല. അപ്പൊ ഏകദേശം കമ്പനി കണ്ടു കഴിഞ്ഞ് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ സിസ്റ്റത്തില് നിങ്ങൾ കമ്പനി ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരും കൂടി ഒന്ന് ചേർത്ത് അതിൽ ഇട്ടേക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഏതാണെന്ന് നാളെ വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ടാലിക്കുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ടാലിയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ടാലിയിലുള്ള കമ്പനി ക്രിയേഷനും കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ള ടാലിയിലുള്ള കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പുതിയ കമ്പനി ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. കമ്പനിയുടെ പേര് ഇപ്പോ നിങ്ങളുടെ പേര് സ്പേസ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. അപ്പൊ ടാലിയിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമുക്കിന്ന് ഇത് ചെയ്തു പോകേണ്ടത്. ഓക്കെ, ഇന്നിപ്പോ ആദ്യം ചെയ്യേണ്ടത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് കൊടുത്തിട്ട് സ്പേസ് എന്റർപ്രൈസ് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യം വരുമ്പോൾ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും. ഇതാണ് സെലക്ട് കമ്പനി അല്ലെങ്കിൽ ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞ വിൻഡോ. ഓക്കെ, ഇനി ചില സിറ്റുവേഷനിൽ ചില ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു കമ്പനി സെലക്ട് ആയി കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോഴും ഇവിടെ കമ്പനി എന്ന് പറഞ്ഞ മെനുവിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി സേഫ് ഇവിടെ ഷട്ട് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും. ആ ഷട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അൺലോഡ് ആയി പോകും. ഓക്കെ, ഈ ഷട്ട് ക്രിയേറ്റ് നമുക്ക് പിന്നീട് പറഞ്ഞു. തൽക്കാലം ഈ ഒരു വിൻഡോ എന്നുള്ള ക്രിയേഷൻ ആണ് ഇപ്പോൾ സ്ക്രീൻഷോട്ടിൽ ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പേജ് ആണ് സെലക്ട് കമ്പനി എന്ന് പറയുന്നത്. ഈ സെലക്ട് കമ്പനിയിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവിടുന്ന് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും ക്രിയേറ്റ് കമ്പനി. ശരിക്കും ടാലി എന്ന് പറയുന്ന ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. അതായത് ഇവിടെ ക്രിയേറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇപ്പൊ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യണം. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി നെയിം കാണാം. പിന്നെ കമ്പനിയുടെ പേര്, അഡ്രസ്സ്, ഫിനാൻഷ്യൽ പീരീഡ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും ഇതിന്റെ അകത്ത് ഉണ്ടാവുന്നത്. ഈ കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറയുന്നത് അവിടേക്കായിരിക്കും ടാലിയുടെ കമ്പനി ഫയല് സേവ് ആകുന്നത്. ഇനി കമ്പനി നെയിം എന്ന് പറയുന്നത് ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ കൊടുക്കുന്നത് എന്റെ പേര് സ്പേസ് എന്റർപ്രൈസ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ നമ്മൾക്ക് ആദ്യത്തെ കുറച്ച് നാൾ അത്ര ആവശ്യമില്ല. നമ്മൾ GST പോകുമ്പോൾ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കേരള എന്നുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ കേരള ആഡ് ചെയ്തു. ബാക്കിയുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഒരു ശരിക്കുമുള്ള കമ്പനി ആണെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇതിപ്പോ നമ്മൾ ട്രെയിനിങ് സിറ്റുവേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡമ്മി കമ്പനീസ് ആണ്. അപ്പൊ ഇതിനൊക്കെ ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ ടൈപ്പ് ചെയ്ത് സമയം കളയണമെന്നില്ല. ജസ്റ്റ് പേര്, സ്റ്റേറ്റ്, ഇത്രയും കാര്യം ഒന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, ബുക്സ് ബിഗിനിങ് ഫ്രം. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം. നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ പീരിയഡ് എന്ന് പറയുന്നത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിൽ അവസാനിക്കും. അങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം പോകുന്നത്. നെക്സ്റ്റ് ഈ ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വർഷം ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത് മാർച്ചിൽ അവസാനിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ കമ്പനി തുടങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു ജൂണിലാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണ് ജൂൺ എന്ന് പറയുന്ന ഡേറ്റ് അവിടെ വരുന്നത്. അതായത് ജൂൺ 2024 ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരാം. നമ്മൾ നിലവിൽ ഫോളോ ചെയ്യുന്നത് ഏപ്രിൽ ടു മാർച്ച് ഫിനാൻഷ്യൽ പീരീഡ് ആണെങ്കിലും ഏപ്രിലിൽ കമ്പനി ഇല്ല, മെയ്യിൽ കമ്പനി ഇല്ല, ജൂണിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്ന് മുതലാണ് കമ്പനിയുടെ അക്കൗണ്ട് ബുക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
അതാണ് ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ പോയിട്ട് 1st April to 31st March എന്ന് പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്യരുത്. ഇതല്ല അതിന്റെ ഉപയോഗം. ഇങ്ങനെ ടൈപ്പ് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആകെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ മാത്രമേ നിങ്ങളുടെ കമ്പനിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ 31 മാർച്ച്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. തൽക്കാലം ഇവിടെ അസ്യൂം ചെയ്യുന്നത്, നമ്മൾ ട്രെയിനിങ് സിറ്റുവേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും അസംഷൻ ഇതാണ്: നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക വർഷം 1st April സ്റ്റാർട്ട് ചെയ്യും. കമ്പനിയിൽ എൻട്രീസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് എഴുതി തുടങ്ങുന്നത് 1st April ഏപ്രിൽ മുതൽ കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങും. അങ്ങനെയാണ് ഇവിടുത്തെ അസംഷൻ. ഓക്കെ, ഇനി ടാലിയില് സാധാരണ വിൻഡോസിലൊക്കെ സേവ് ചെയ്യാനായിട്ട് കൺട്രോളും എസ് ഉണ്ട്. ഇത് തന്നെയായിരുന്നു നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള മിക്ക കുറെ സോഫ്റ്റ്വെയറിലും. എക്സലിലൊക്കെ കൺട്രോൾ എസ് ആയിരുന്നു, SAPയിൽ കൺട്രോൾ എസ് ആണ്. ടാലിയിലേക്ക് വരുമ്പോൾ സേവ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് Ctrl+A ആണ്. അതായത് Ctrl+A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ സേവ് ചെയ്യാനായിട്ട് താഴെയും ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതായത് ഇവിടെ ഇപ്പൊ നോക്കി കഴിയുമ്പോൾ കണ്ട അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. A എന്ന് പറഞ്ഞൊരു ആൽഫബറ്റും അതിന് താഴെ 2 ലൈനും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ 2 ലൈൻസ് ഉള്ളതൊക്കെ ഇങ്ങനെയുള്ള കീസിനെ ഹോട്ട് കീസ് എന്ന് ടാലിയിൽ പറയുന്നത്. 2 അണ്ടർലൈൻ ആണ് ഉള്ളതെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടും, ഒരു അണ്ടർലൈൻ ആണ് ഉള്ളതെങ്കിൽ ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ടുമാണ് എടുക്കേണ്ടത്. തൽക്കാലം കൺട്രോൾ പ്രസ് ചെയ്യാം. അതായത് ഇവിടെ നിൽക്കുമ്പോൾ Ctrl+A പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിനെയാണ് കമ്പനിയുടെ F11 ഫീച്ചർ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വിൻഡോയില് ഇത് ചെറുതായിട്ടായിരിക്കും, ഇത്രയും ചെറുതായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത് ഈ സെറ്റിങ്സ് ഇങ്ങനെ ഡീറ്റെയിൽ സെറ്റിങ്സ് എന്നുള്ളത് ഓഫായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഷോ മോർ ഫീച്ചർ നോ ആണെങ്കിൽ ഇതിങ്ങനെ ചെറിയ വിൻഡോ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നിങ്ങളുടെ സ്ക്രീൻ ഇങ്ങനെ വലുതും ചെറുതാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. ഈ സെറ്റിങ്സ് നമ്മൾക്ക് ആവശ്യാനുസരണം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഇടാൻ പറ്റും. ഓക്കെ, ഇവിടെ ചില സെറ്റിങ്സ് യെസ് ആയിരിക്കും, ചില സെറ്റിങ്സ് നോ ആയിരിക്കും. ആകെ ഇവിടെ ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോ ആദ്യം കുറച്ച് നാള് GST ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് GST ഒന്ന് ഡിസേബിൾ ചെയ്തിടാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സിസ്റ്റം നമ്മളോട് GSTയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളിപ്പോ അതൊന്നും പറഞ്ഞു പറ്റില്ല, അപ്പൊ അതുകൊണ്ട് GST ഡിസേബിൾ ചെയ്തിടാം. ഇനി ഇവിടെ യെസ് ആയിട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ളതും ഇതാണ്: അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു മെയിൻ ആയിട്ട് ടാലി ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ കണക്കുകൾ സൂക്ഷിക്കാനായിട്ടാണ് ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് യെസ് ആയിട്ട് കിടപ്പുണ്ട്, അത് മാറ്റാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. ഇനി ബിൽ വൈസ് എൻട്രി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പനിയിൽ ബില്ലുകളുടെ ഇൻഫോർമേഷൻ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഡോക്യുമെന്റ്സും ബില്ലുകളും ഉണ്ടാവും. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള പല സോഫ്റ്റ്വെയറിലും ബില്ലുകളുടെ ഇൻഫോർമേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടാലിയിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതും യെസ് ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഇനി താഴെ ഉള്ള സെറ്റിംഗ് മെയിൻറ്റെയിൻ ഇൻവെന്ററി, അതായത് കമ്പനിയിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്, അതും യെസ് ആയിട്ട് എടുക്കട്ടെ. നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി യെസ് ആയിട്ട് എടുക്കട്ടെ. ഇത് യെസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ട് ബുക്സ് ഉണ്ടാവും, ഇൻവെന്ററി ബുക്സ് ഉണ്ടാവും. രണ്ടും, അതായത് കണക്ക് ബുക്ക്, സ്റ്റോക്ക് ബുക്ക്, രണ്ടും 2 കാര്യങ്ങളാണ്. ഈ സെറ്റിംഗ് യെസ് ആണെങ്കിൽ ടാലി ചെയ്തത് രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സെറ്റിംഗ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം യെസ് ആയിട്ട് കിടക്കുന്നത്. ഇത് നോ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എല്ലാ കമ്പനിയിലും ഇത് യെസ് ആയിരിക്കും. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയിലൊക്കെ ഇത് യെസ് തന്നെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു ബ്രൗസർ ആക്സസ് ഫോർ റിപ്പോർട്ട്സ് യെസ് ആയിട്ട് കിടപ്പുണ്ട്. അതായത് ഇപ്പൊ ടാലിയുടെ ഒരു നിലവിലെ ഫുൾ വേർഷന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ടാലി വെച്ചിട്ട് ഒരു യൂസർ ID പാസ്വേഡ് കിട്ടും. ആ യൂസർ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ഇരുന്ന് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് കമ്പനിയുടെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അതിപ്പോ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ യെസ് ആയിട്ട് കിടപ്പുണ്ട്. അതിപ്പോ യെസ് ആണോ നോ ആണോ കിടന്നാലും നമ്മൾക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ വേർഷനാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ പറഞ്ഞ ഓപ്ഷനുകളൊക്കെ യെസ് ആയിട്ടായിരിക്കും എല്ലാ കമ്പനിയിലും
വരുമ്പോൾ തന്നെ ഉണ്ടാവുന്നത്. അത് നിങ്ങളായിട്ട് മാറ്റാൻ നിൽക്കണ്ട. മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ടാലും മതി. സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ഇഷ്ടമനുസരിച്ച് യെസും നോ ഒക്കെ ആക്കാനായിട്ട് പറ്റും. GST മാത്രം തൽക്കാലം കുറച്ച് നാളൊന്ന് ഡിസേബിൾ ചെയ്ത് കിടക്കട്ടെ. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വിൻഡോ ആയിരിക്കും ഇത്. ഈ വിൻഡോയില് GST ഒന്ന് ഡിസേബിൾ ചെയ്ത് ഇടാം. അതാണ് ഇവിടെ ഇത് നോ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സ്ക്രീൻ ഒന്ന് സേവ് ചെയ്യാം. കമ്പനി ക്രിയേഷൻ കഴിഞ്ഞു. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്യാനായിട്ട്, അതായത് ഈ വിൻഡോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ് Ctrl+A, കൺട്രോളും എയും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇതിനെയാണ് കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്പുള്ളൂ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ, സിമ്പിൾ ആണ്. ഇനി കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ടാസ്കുകളായിട്ട് നമുക്ക് ചെയ്തു പോകാം. ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ പേര് മാറ്റണം. അതായത് മെയിലിംഗ് നെയിം ഒഫീഷ്യൽ അഡ്രസ് സ്പേസ് യുവർ നെയിം എന്റർപ്രൈസ് എന്നാക്കണം. അതായത് അവിടെ ഒരു മെയിലിംഗ് നെയിം എന്ന് പറഞ്ഞൊരു കാര്യം കിടപ്പുണ്ടായിരുന്നു, അത് മാറ്റണം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇതിനാണ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ പേര്, അഡ്രസ്സ്, അതിലേക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ ടാലിയിൽ അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുന്നതിന് ടാലിയുടെ ഭാഷയിൽ ഓൾട്ടർ എന്നാണ് പറയുന്നത്. ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനി മെനുവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഓൾട്ടറിൽ പോവാം. ഇതാണ് കമ്പനി ഓൾട്ടറേഷൻ സ്ക്രീൻ. ഇവിടെ മെയിലിംഗ് നെയിം മാറ്റണം എന്നാണ് പറഞ്ഞത്. മെയിലിംഗ് നെയിം ഒഫീഷ്യൽ അഡ്രസ് സ്പേസ് യുവർ നെയിം എന്നാക്കണം. ഓക്കെ, സ്പേസ്. ഇനി ടാലിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ, ഇപ്പോ ഇത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്, ഇതിന്റെ ഇടയിൽ എനിക്കൊരു വാക്ക് ആഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സലിലൊക്കെ ആണെങ്കിലും ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ടാലിയില് അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ ആരോ കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇടത്തെ സൈഡിലേക്കും വലത്തെ സൈഡിലേക്കുള്ള ആരോ കീ ഉണ്ടാവും. അതിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടു, ഇങ്ങനെ ഇടത്തെ സൈഡിലോട്ടുള്ള ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ അഡ്രസ്സിൽ എസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വീണ്ടും ലെഫ്റ്റ് സൈഡ് പ്രസ് ചെയ്തപ്പോൾ ഇയിലോട്ട് പോയി, വീണ്ടും ലെഫ്റ്റ് ആറിലേക്ക് പോയി. ഇനി റൈറ്റിലേക്കാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ വലത്തോട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അല്ലാതെ മൗസ് വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്കിന്റെ ഇടയിൽ സെലക്ട് ആവില്ല, കേഴ്സർ പോവില്ല. ഇനി മറ്റൊരു പ്രശ്നം ടാലിയിലുള്ളത്, നമുക്ക് എക്സലിലും വേർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ആരോ കീ ഉണ്ടാവും, താഴത്തേക്കും മുകളിലേക്കും പോകാനായിട്ട് ആരോ കീ ഉണ്ടാവും. പക്ഷെ ആരോ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, സപ്പോസ് ഇപ്പൊ ഞാൻ താഴത്തേക്ക് പോകാനായിട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്ത്, ഞാനൊരു കീബോർഡ് ഇടാം. അതായത് ഈ താഴത്തേക്കുള്ള ആരോ ആണ് പ്രസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ട ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. നോക്കിപ്പോ ഈ അപ്പ് ആരോ എത്ര പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിങ്ങനെ മുകളിലേക്ക് പോകുന്നില്ല, കാരണം മുകളിലേക്കുള്ള മൂവ്മെന്റ് നടക്കുന്നത് ഈ ലിസ്റ്റിലാണ്. ഓക്കെ, അതായത് നമ്മുടെ കീബോർഡിൽ എന്റർ കീയും ബാക്ക് സ്പേസും ഉണ്ടാവും. കൂടുതൽ ടാലി യൂസ് ചെയ്യുമ്പോൾ എന്ററും ബാക്ക് സ്പേസും യൂസ് ചെയ്യാം, അതാണ് കുറച്ചും കൂടി നല്ലത്. താഴത്തേക്കുള്ള ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ക്രീനിലൊക്കെ നിൽക്കുമ്പോൾ, അതായത് ഇവിടെ നിന്ന് ഇപ്പോ താഴത്തേക്കുള്ള ആരോ പ്രസ് ചെയ്തപ്പോൾ താഴത്തേക്ക് വന്നു, വീണ്ടും താഴത്തേക്കുള്ള ആരോ പ്രസ് ചെയ്തപ്പോൾ അതിന്റെ താഴത്തേക്ക് വന്നു, അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും പ്രസ് ചെയ്തപ്പോൾ താഴത്തേക്ക് വന്നു. പക്ഷെ ഇനി ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സൈഡിൽ ഒരു മെനു വന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര പ്രാവശ്യം താഴത്തേക്കുള്ള ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കേട്ടോ, ഈ കേഴ്സർ ഇവിടെയാണ് ആ ഒരു ആരോ അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ടാലി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സേഫ്, മുകളിലേക്ക് പോകാനാണെങ്കിൽ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യാം, അതിങ്ങനെ ബാക്ക് സ്പേസ് കണ്ടോ, ബാക്ക് സ്പേസ്. താഴത്തേക്ക് പോകാനാണെങ്കിൽ എന്റർ ഇങ്ങനെ പ്രസ് ചെയ്ത് പോകാം. ഇതാണ് കുറച്ചും കൂടി എളുപ്പം.
ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ഇവിടുത്തെ റിക്വയർമെന്റ് ഇതായിരുന്നു, പേര് മാറ്റണം. പേര് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയിൽ അതൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട് ഇതാണ്, കൺട്രോളും എയും കൺട്രോൾ ഐ പ്രസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ കൺട്രോൾ പ്ലസ് എ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് അവിടെ മാറിയിട്ടുണ്ടാവും. പേര് മാറിയത് മെയിലിംഗ് നെയിമിലാണ്, അതുകൊണ്ട് ഇവിടെ മാത്രം കാണാൻ പറ്റുള്ളൂ, ഇവിടെ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കമ്പനിയുടെ പേര് മാറിക്കിടപ്പെട്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഷട്ട് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഷട്ട് കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററിലി അൺലോഡിങ് കമ്പനി ഡാറ്റ ഫ്രം സോഫ്റ്റ്വെയർ, ഇതാണ് നമ്മൾ ഷട്ട് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലൂടെ ചെയ്യുന്നത്. തൽക്കാലം ജസ്റ്റ് കമ്പനീനെ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഒന്ന് മാറ്റുന്നു. ഇത് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് ഡിലീറ്റ് കമ്പനി ഡാറ്റ. കമ്പനി ഡാറ്റയ്ക്ക് ഒരിക്കലും ഡിലീഷൻ സംഭവിക്കില്ല ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ. അതായത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഷട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഷോർട്ട് കട്ടുകൾ ഉണ്ട്. അതായത് ഒന്നിലേക്ക് കൺട്രോൾ F3 എന്നുള്ള ഷോർട്ട് കട്ട് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കമ്പനി മെനുവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ടാവും. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ട് വിൻഡോ വരും. ഓക്കെ, ഇനി ഷട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ചോദിക്കും ഈ കമ്പനീനെ തന്നെയാണോ ഷട്ട് ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാവും, ആ കമ്പനീനെ സെലക്ട് ചെയ്യുക. ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും, ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്താൽ മതി. എന്റർ. ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്ക്രീൻ ഒന്ന് പ്രോസസ് ചെയ്ത് വരും. ആ കമ്പനി അൺലോഡ് ആയിട്ട് ആദ്യത്തെ വിൻഡോ വരും. അതായത് കമ്പനി ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ടാലിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കമ്പനീനെ സെലക്ട് ചെയ്യണം. ഈ വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിനെയാണ് ഷട്ട് കമ്പനി എന്ന് പറയുന്നത്. ടെമ്പററിലി കമ്പനീനെ അൺലോഡ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി വീണ്ടും കമ്പനീനെ എടുക്കണമെന്നുണ്ടെങ്കിൽ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോ ഇതില് ഇതായിരിക്കും എന്റെ കമ്പനി കോഡ്. ഇനി ഇതേപോലുള്ള കേസിൽ ഇപ്പോ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ എന്റെ പേരിലുള്ള 2 കമ്പനി അല്ല 3 കമ്പനീസ് കിടപ്പുണ്ട്. ഇതിൽ നിന്ന് ഇതാണ് എന്റെ കമ്പനി എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഓരോ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ടാലി ഒരു 1,00,000 സീരീസിലുള്ള ഒരു നമ്പർ ആയിരിക്കും ഓരോ കമ്പനിക്കും കൊടുക്കുന്നത്. അതിൽ റീസെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിക്ക് വലിയ നമ്പർ ആയിരിക്കും. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ 60 ഉണ്ട്, 66 ഉണ്ട്, 105 ഉണ്ട്. ഇതായിരിക്കും ഇപ്പോ ക്രിയേറ്റ് ചെയ്ത കമ്പനി. അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോ ആ കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ലോഡ് ആവും. അതിനെയാണ് ഷട്ട് എന്ന് പറയുന്നത്. ഷട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടെമ്പററിലി സ്ക്രീനിൽ നിന്ന് റിമൂവ് ആവും, പക്ഷെ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ലോഡ് ചെയ്ത് എടുക്കാം. അതാണ് ഷട്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യമാണ് ബാക്കപ്പ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബാക്കപ്പ് എടുക്കുക എന്ന് പറയുന്നത് എല്ലാ സോഫ്റ്റ്വെയറിലും ഉണ്ട്. ചില സോഫ്റ്റ്വെയറിൽ ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ക്ലൗഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ചില സോഫ്റ്റ്വെയറിൽ ബാക്കപ്പ് എടുക്കേണ്ടി വരും. ഇനി ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും മിക്ക സോഫ്റ്റ്വെയറിന്റെ ബാക്കപ്പ് എടുക്കാറുണ്ട്. കാരണം വല്ല ഹാക്കിങ്, വൈറസ് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലെ കംപ്ലീറ്റ് ഡാറ്റ ഒരു സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ സോഫ്റ്റ്വെയറുകൾ എപ്പോഴും ഹാക്കിങ്ങിനും വൈറസിനും പ്രോൺ ആണ്, എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബാക്കപ്പ് എടുത്ത് വെക്കണമെന്ന് പറയും. ടാലിയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേർഷൻ ടാലിയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്നത്. എങ്ങാനും നിങ്ങളുടെ സിസ്റ്റം കേടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ വർക്ക് തന്നെ അവിടെ സ്റ്റക്ക് ആവും.
അങ്ങനെയുള്ള പ്രശ്നം വരാതിരിക്കാനായിട്ടാണ് ബാക്കപ്പ് എടുത്തു വെക്കുന്നത്. ബാക്കപ്പ് എന്ന് പറയുന്നത് കോപ്പി ഓഫ് കമ്പനി ഡാറ്റയാണ്. That we can use later. കമ്പനി ഡാറ്റ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ഈസിലി ട്രാൻസ്ഫറബിളുമാണ്. അതായത് ബാക്കപ്പ് ഫയൽസ് ആർ ഈസിലി ട്രാൻസ്ഫറബിൾ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ടാലി എക്സാം അല്ലെങ്കിൽ GST എക്സാം ടാലിയിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ടാലിയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കമ്പനിയുടെ ബാക്കപ്പ് ആയിരിക്കും എനിക്ക് മെയിൽ ചെയ്ത് തരേണ്ടത്. അത് വെച്ചിട്ടായിരിക്കും വാല്യുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡാറ്റ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതേ ലോജിക്ക് തന്നെയാണ് ഈ ഒരു ബാക്കപ്പ് ഫയലിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ടായാലും വർക്ക് ചെയ്യാം. ആ കമ്പനിയുടെ കണ്ടിന്യൂവേഷൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെയാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ ഡാറ്റ പിന്നീട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കും. ഇനി ടാലിയിൽ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോ ഈ ഒരു കമ്പനീനെ എനിക്ക് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം എവിടേക്ക് ബാക്കപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അതായത് ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ബാച്ചിന്റെ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ, അതിന്റെ അകത്ത് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ഫയൽസുകൾ കിടപ്പുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെയാണ് ഞാനിപ്പോ ടാലി ബാക്കപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോ ബാക്കപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ടാലിയിലേക്ക് വരാം. ഇവിടെ മുകളിലുള്ള ഈ ഒരു ഏരിയയാണ് മെനു ബാർ എന്ന് പറയുന്നത്, ടാലിയുടെ മെനു ബാർ. അവിടെ ഡാറ്റ എന്നുള്ള മെനു സെലക്ട് ചെയ്യാം. ഡാറ്റയിൽ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും. ആ ഒരു ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കപ്പ് എടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് നൂറുകണക്കിന് കമ്പനീസ് ഉണ്ടാവും. ഇതിലുള്ള എല്ലാ കമ്പനിയും നിങ്ങൾ ബാക്കപ്പ് എടുക്കേണ്ട, നിങ്ങളുടെ കമ്പനീനെ മാത്രം നിങ്ങൾ ബാക്കപ്പ് എടുത്താൽ മതി. സോ സ്വന്തം കമ്പനീനെ സെർച്ച് ചെയ്യാനായിട്ട് പേര് ടൈപ്പ് ചെയ്താൽ മതി. അത് എന്ത് പേരാണോ നിങ്ങൾ കമ്പനിക്ക് ഇട്ടത്. ഇപ്പൊ തൽക്കാലം സ്വന്തം പേര് തന്നെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. പേര് സെർച്ച് ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 105 എന്നുള്ള നമ്പർ കിടക്കുന്ന ഇതാണ്. അപ്പൊ ഇതാണ് എന്റെ കമ്പനി. ഓക്കെ, അപ്പോ അതൊന്ന് സെലക്ട് ചെയ്യാം. ആ കമ്പനി അവിടെ സെലക്ട് ആയി. സിസ്റ്റം വന്നാലും ചോദിക്കും ഇനി വേറെ ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. വേറെ ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബാക്കപ്പിൽ വന്നു. നെക്സ്റ്റ് ചെയ്തത് select the companies to backup and choose end of list when complete. ഓക്കെ, ഏതൊക്കെ കമ്പനീനെയാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി കൊടുക്കണമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് ഇതാണ് ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എന്ന് പറയുന്നത്. എവിടേക്കാണ് ബാക്കപ്പ് ഫയൽ വേണ്ടത്. അപ്പോ എന്റെ റിക്വയർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലുള്ള ഈ 1130 എന്നുള്ള ഫയലിലേക്കാണ് ബാക്കപ്പ് വേണ്ടത്. അത് നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇപ്പോ ഈ ഒരു PC എടുത്തിട്ട് PC-യിൽ പല പല ഫോൾഡർ ഉണ്ടാവും. ഏത് ഫോൾഡർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡർ ആയിരിക്കും കുറച്ചും കൂടി കണ്ടുപിടിക്കാൻ എളുപ്പം. ബാക്കിയുള്ളതൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇതിൽ 1130 എന്നുള്ള ഫയൽ എടുത്തിട്ട് ഫോൾഡർ ഉണ്ട്. അതിന്റെ അകത്തേക്കാണ് ബാക്കപ്പ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എന്ന് പറയുന്നത് എവിടേക്കാണ്
ഈ ഒരു ബാക്കപ്പ് ഫയൽ വേണ്ടത്. തൽക്കാലം ഞാനിവിടെ ഡെസ്ക്ടോപ്പ് കാണുന്നില്ല, സോ അത് പോയി. ഓക്കെ, സി ഡ്രൈവിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഇവിടെ ഡെസ്ക്ടോപ്പ് ഡോക്യുമെന്റ്സ് ഡൗൺലോഡ്സ് മേജർ ആയിട്ടുള്ള 3 ഫോൾഡർ കാണാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യണം. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡറുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അകത്തേക്കുള്ള 1130 എന്ന് പറഞ്ഞ ഫോൾഡറിലേക്കാണ് എനിക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ 11.5 എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്തു. ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴും ഇവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കുന്നത്. ഈ മുകളിൽ കാണുന്നതാണ് ആ ഫോൾഡറിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. സോ ആ അഡ്രസ്സിൽ, അതായത് സി ഡ്രൈവില് യൂസേഴ്സിൽ ദീപ്താംശ് ജോഷി എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത്, ഡെസ്ക്ടോപ്പിന്റെ അകത്ത് 11.5 എന്നുള്ള ഫോൾഡർ, അതാണ് അതിന്റെ പാത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിനൊന്ന് ഡബിൾ ക്ലിക്ക്, ഓക്കെ സിംഗിൾ ക്ലിക്ക് മതി, ഡബിൾ ക്ലിക്ക് വേണ്ട, സിംഗിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡറിന്റെ പാത്ത് വേ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ആദ്യം തന്നെ ആ ഫോൾഡറിന്റെ പാത്ത് വേ കൊടുക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ, ഇതാണ് ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ ഫോൾഡർ എന്ന് പറയുന്നത്. സ്പെസിഫൈ യുവർ ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ ഫോൾഡർ. നിങ്ങളുടെ ബാക്കപ്പ് എവിടെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇനി അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഏതൊക്കെ കമ്പനീസിനെ ബാക്കപ്പ് ചെയ്യണം അത് സെലക്ട് ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതായത് ഇവിടെ ഒരു കമ്പനീനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ കമ്പനീനെ മാത്രം ബാക്കപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് അത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യെസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒരു പ്രോസസ്സിംഗ് നടക്കും. അവിടെ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി ബാക്കപ്പ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. ഏത് ഫോൾഡറിലേക്കാണോ ബാക്കപ്പ് എടുത്തത് ആ ഫോൾഡർ ഒന്ന് എടുത്ത് നോക്കാം. ഇതിപ്പോ 1130 എന്നുള്ള ഫോൾഡറാണ്. അതെടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഇതാണ് ഇപ്പോൾ ബാക്കപ്പ് ആയ ഫയൽ. TBK എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലാണ് ഇങ്ങനെ ഒരു ഫയൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്കപ്പ് ഫയൽ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം, ജിമെയിലൂടെ ഷെയർ ചെയ്യാം, അറ്റാച്ച് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അറ്റാച്ച്മെന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമാണ് ബാക്കപ്പ് ഫയൽ. ബാക്കപ്പ് ഫയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ബെനിഫിറ്റ്. നിങ്ങളുടെ എക്സാമിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതും ഇതേപോലെ തന്നെ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു ബാക്കപ്പ് ആക്കി വെച്ചിട്ട് അതായിരിക്കും മെയിൽ ചെയ്ത് തരേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് യുവർ ബാക്കപ്പ് ഫോൾഡർ. ഇതാണ് എന്റെ ബാക്കപ്പ് ഫോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഈ TBK എന്ന് പറഞ്ഞിട്ട് കാണുന്ന കാര്യമാണ് ടാലി ബാക്കപ്പ് ഫയൽ എന്ന് പറയുന്നത്. അങ്ങനെ ബാക്കപ്പ് ആയി. ഇനിയിപ്പോ നെക്സ്റ്റ് ചെയ്യേണ്ട ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത കമ്പനീനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളുടെ കമ്പനീനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ കംപ്ലീറ്റ് പോകും. പക്ഷെ അതിനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് യുവർ കമ്പനി. ഇനി കമ്പനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനിയിൽ പോവാം, ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക.
കമ്പനി ഓൾട്ടറേഷൻ വിൻഡോയിലേക്ക് വരും. ഇനി ഇവിടെ നിൽക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Alt+D എന്ന് പറയുന്ന കീ. അതായത് ഈ ഒരു വിൻഡോയിൽ വരും. ഈ വിൻഡോയിൽ നിൽക്കുമ്പോൾ പ്രസ് Alt+D. ഓക്കെ, അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓൾട്ടും ഡിയും പ്രസ് ചെയ്യാം. ഡിലീറ്റ് അല്ല ഡി ആണ്. അപ്പൊ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ക്ലിക്ക് യെസ്. യെസ് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കും. ഉറപ്പാണോ? കാരണം കമ്പനിയുടെ ഡാറ്റാസ് ഒക്കെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റർ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും യെസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലി അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇനിയിപ്പോൾ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നേരത്തെ 3 കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 കാണുന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയി. ഓക്കെ, ഇങ്ങനെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനീനെ തിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് റീസ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ റീസ്റ്റോർ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി കമ്പനി റീസ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെയാണ് കൊണ്ടത്. ഡാറ്റ മെനുവിൽ നേരത്തെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ താഴെ റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടന്നുണ്ടാവും. ഓക്കെ, റീസ്റ്റോർ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ റീസ്റ്റോർ ഡെസ്റ്റിനേഷൻ പാത്ത് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കിടപ്പുണ്ടാവും. അവിടെയാണ്, അതായത് ഇപ്പോ സി യൂസേഴ്സ് ടാലി പബ്ലിക് ടാലി പ്രൈം ഡാറ്റ, ഈ ഫോൾഡറിലാണ് എല്ലാ കമ്പനീസും സ്റ്റോർ ആയി കിടക്കുന്നത്. അതായത് ഇപ്പോ ഇതന്നെ വിൻഡോസിൽ എടുത്ത് നോക്കാം. സി യൂസേഴ്സ് പബ്ലിക് ടാലി പ്രൈം ഡാറ്റ, അതൊരു ഫോൾഡർ ആണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ഫോൾഡർ കിടപ്പുണ്ടാവും. അപ്പൊ ആ ഫോൾഡർ എടുത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ പല പല കോഡുകളിലായിട്ടായിരിക്കും ഡാറ്റ കിടക്കുന്നത്. ഇങ്ങനെ 1,00,000 സംതിങ് എന്നുള്ള പല രീതിയിലുള്ള പല ഫോൾഡറുകൾ കാണാം. ഓരോ ഫോൾഡറും ഓരോ കമ്പനികളാണ്. അപ്പൊ നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇപ്പൊ എന്റെ കമ്പനി ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോയി. ലാസ്റ്റ് ഒരു കമ്പനി മാത്രം നിലനിൽക്കുക. ഏതെങ്കിലും ഒരു കമ്പനി ലോഡ് സെലക്ട് ആയി കിടപ്പുണ്ടെങ്കിൽ അതവിടെ കിടക്കും. ഓക്കെ, ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ചില സമയത്ത് നമ്മൾ ടാലി ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിലീഷൻ പ്രോസസ്. ഓക്കെ, ഇതിപ്പോ ആ ഫോൾഡറിൽ പോയിട്ട് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ഇനി ടാലി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു ഡാറ്റ കംപ്ലീറ്റ് പോയി, കാരണം ഡിലീറ്റ് ആയി. ഇനി ആ ഡിലീറ്റ് ആയ ഡാറ്റ എനിക്ക് നാളെയും ആവശ്യമുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, അതൊക്കെ റീസൈക്കിൾ പിന്നിൽ വന്ന എളുപ്പമുണ്ട്. അത് തിരിച്ചെടുക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ ഡിലീറ്റ് ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ടാലിയിൽ ഓൾറെഡി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസിൽ പോയിട്ട് ആണെങ്കിൽ ഡിലീറ്റ് ആവും. അതായത് എങ്ങനെ വന്നാലും ഡാറ്റ ലോസ് ആകാനായിട്ട് പല വഴികളുണ്ട്. അപ്പൊ നിങ്ങൾ അത് മുൻകൂട്ടി കണ്ടിട്ട് ബാക്കപ്പ് എടുത്തു വെക്കാം. ഇനി ഇവിടത്തെ സിറ്റുവേഷനിലൊക്കെ ആരും നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കമ്പനി ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മളിപ്പോ കൂടിപ്പോയ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ ട്രാൻസാക്ഷൻ ഒക്കെ അല്ലേ ഇവിടെ ചെയ്യുള്ളൂ. ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ നിങ്ങളുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് മിക്ക കമ്പനീസിലും സീനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും ബാക്കപ്പ് എടുത്ത് വെക്കാനായിട്ട് പറയും. നിങ്ങൾ ഏതെങ്കിലും CA ഫോമിലൊക്കെ ആണെങ്കിൽ അറ്റ് എ ടൈം പല പല കമ്പനീസിന്റെ ഡാറ്റാസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരേ സമയം കുറെ കമ്പനിയുടെ ഡാറ്റ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം. ഓക്കെ, ഇവിടെ
ഇവിടെ ഇപ്പൊ കമ്പനി ഡാറ്റ എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് കമ്പനി റീസ്റ്റോർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റയിൽ പോവാം, റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, കമ്പനി ആയിട്ട് വരുന്നത് ടാലിയുടെ ഫോൾഡറിലാണ്. അതാണ് നേരത്തെ കുറിച്ച് കണ്ടത്. ആ ഫോൾഡറിലാണ് എല്ലാ ടാലി കമ്പനീസും ഓരോ അക്കങ്ങളിട്ട് കോഡ് ഇട്ടിട്ട് വരുന്നത്. ഇനി ഇതില് ഏത് കമ്പനിയുടെ ബാക്കപ്പ് ചെയ്യേണ്ടത് അതാണ് സിസ്റ്റം ചോദിക്കുന്നത്. ഇതാണ് റീസ്റ്റോർ വിൻഡോ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് യു വിൽ ഹാവ് ടു സെലക്ട് ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ബാക്കപ്പ് ഫയല് അടങ്ങുന്നത് അതിനെ സെലക്ട് ചെയ്യണം. അതായത് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ ഫോൾഡറും കാണാം. ജസ്റ്റ് ഇവിടുന്ന് തൽക്കാലം സി ഡ്രൈവ് നോക്കി ഇവിടെ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ജസ്റ്റ് അപ്പ് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഡെസ്ക്ടോപ്പ് കാണും. ഓക്കെ, അപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഏത് ഫോൾഡറിലാണ് നോക്കുമ്പോൾ 11 എന്നുള്ള ഫോൾഡറിലാണ് ഡാറ്റ കിടക്കുന്നത്. 1130 സെലക്ട് ചെയ്തു. എൻ്റെ കമ്പനി ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ, 12/22 ബാക്കപ്പ് ചെയ്തതാണ് 3 ജൂണിന്. ക്ലിക്ക് ചെയ്യാം. അതിവിടെ ഇങ്ങനെ ആഡ് ആവും. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, select the company backup file and save the screen. കമ്പനി ബാക്കപ്പ് ഫയല് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അതായത് ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഒന്നിലേക്ക് കൺട്രോൾ പ്രസ് ചെയ്യാം, ഡയറക്റ്റ് ബാക്കപ്പ് ആയിക്കോളും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻഡ് ഓഫ് ലിസ്റ്റ് പ്രസ് ചെയ്യണമെങ്കിൽ സിസ്റ്റം നമ്മളോട് ഒന്നും കൂടി ചോദിക്കും ഇത് എത്ര മതിയോ എന്ന്. ഓക്കെ, അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വേറെ ഒന്നും ചോദിക്കുന്നില്ല, കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ടുണ്ടാവും. ഇനി കമ്പനി തിരിച്ചു വന്നോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പേര് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു കമ്പനി 2 കമ്പനി കാണുന്നുള്ളൂ, എൻ്റെ കമ്പനി കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ സ്ക്രീൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അതായത് ക്വിറ്റ് ചെയ്യണോ, ഇവിടെ മുകളിൽ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്, അതാണ് ക്വിറ്റ് ബട്ടൺ. അപ്പോൾ സിസ്റ്റം ചോദിക്കും ക്വിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഒന്ന് ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ട് വരും, അതാണ് റിഫ്രഷ് ആവുന്നത്. അങ്ങനെ പ്രോസസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇവിടെ കിടപ്പെടും. അതായത് ഇതാണ് നേരത്തെ ഡിലീറ്റ് ആയി പോയ 1,105,000 എന്ന് പറഞ്ഞ എന്റെ കമ്പനി, അതിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്ത് നോക്കുക, ഡിലീറ്റ് ചെയ്യുക, ബാക്കപ്പ് റീസ്റ്റോർ എടുത്ത് നോക്കുക. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആയിട്ട് നിങ്ങൾക്കൊരു പരിചയം വരും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത സോഫ്റ്റ്വെയർ പോലെ ആയിരിക്കില്ല. ടാലിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മളുടെ കൺമുന്നിൽ തന്നെ ഇല്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ കുറെ ലൈനൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ടാലിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളുടെ കൺമുന്നിലുണ്ട്, പക്ഷെ നമ്മൾ തേടി കണ്ടുപിടിക്കണം. അതായത് ഇങ്ങനെ ഓരോ ഓപ്ഷന്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത്, ഇപ്പൊ റിപ്പോർട്ടുകളാണെങ്കിൽ തന്നെ ഡിസ്പ്ലേയിൽ പോയി ഏതാണ് ഓരോ സെക്ഷൻ തിരിച്ചിട്ടുണ്ടാവും, സെക്ഷന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ റിപ്പോർട്ടിന്റെ പാത്വേ കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഇതൊക്കെ ഏകദേശം എവിടെയാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, സോ നമ്മളിപ്പോ ചെയ്തത് കമ്പനി ക്രിയേഷൻ എന്നുള്ള പാർട്ടാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ടാലിയിലുള്ള ഗ്രൂപ്പിന്റെ കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് വെക്കാം. ഇന്നിപ്പോ ജസ്റ്റ് ഒന്ന് കമ്പനി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം ചെയ്തു. അപ്പൊ നിങ്ങളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ലാബിലേക്ക് പോകും. ഇനി ജിതിൻ ഒന്ന് വെയിറ്റ് ചെയ്യണോ? പിന്നെ റാസിക്കിന് കമ്പനി ക്രിയേഷൻ ഒക്കെ അറിയാമോ? ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു.
ഏതാ? ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമല്ലേ? ചെയ്ത് ബേസിക് അക്കൗണ്ട്സ് അത് നമുക്ക് അടുത്ത ദിവസം മുതൽ. ഏതാ?